വി.ഡി. സതീശൻ ഒരു കർക്കശക്കാരനായ ഒരു നേതാവാണോ? അല്ല, ഞാൻ സംഘടനാപരമായ കാര്യങ്ങളിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് തീരുമാനം എടുത്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ അത് അണുവിട വ്യതിചലിക്കാതെ കൃത്യസമയത്ത് നടത്തണം. ഇന്ന് വെച്ചിരുന്ന പരിപാടി നാളത്തേക്ക് മാറ്റാൻ സമ്മതിക്കില്ല. ഞാൻ ആദ്യത്തേക്ക് ഈ ഉപതെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പും പാർട്ടി പരിപാടികളൊക്കെ നടത്തുമ്പോൾ ഭയങ്കര കാർക്കശ്യത്തോടു കൂടിയും ചെയ്യാത്ത ആളോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ട് എനിക്ക്. ഇപ്പോൾ സത്യത്തിൽ ഞാൻ ഇപ്പോൾ പാലക്കാട് ഇലക്ഷനൊന്നും ആരോടും ദേഷ്യപ്പെടേണ്ടി വരില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. കാരണം അതൊരു കുറച്ചാളൊരു ഉഴപ്പുണ്ടായിരുന്നു, അറിയാമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ല. ഇപ്പോൾ ആ ഉഴപ്പുണ്ടോ? ഇപ്പോൾ എങ്ങനെ UDF ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു, തക്കെന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി വരുന്നു. യു ഡി എഫിൻ്റെ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തുമാത്രം വഷളാക്കിയിട്ടാണ് അവസാനം കാൻഡിഡേറ്റ് വന്നിരുന്നത്? മാറ്റമാണ് അത്. എൻ്റെ മാത്രമല്ല, എല്ലാ ലീഡർഷിപ്പ്, ഡൽഹിയിലെ ലീഡർഷിപ്പ് ഉൾപ്പെടെ ഞങ്ങളൊരു പ്രപ്പോസൽ വയ്ക്കുമ്പോൾ അവരപ്പം തന്നെ അത് അപ്രൂവ് ചെയ്യാണ്. ഇപ്പോൾ KC വേണുഗോപാൽ, അദ്ദേഹം ഡൽഹിയിൽ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയാണ്. ഇത്ര പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ അനൗൺസ് ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹം കൂടി അവിടെ ഉള്ളതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അവർ ഇവിടുന്ന് ഞങ്ങളൊരു നല്ല ഡിസ്കഷൻ നടത്തിയിട്ട് യുനാനിമസ് ആയിട്ടൊരു പേര് പറയുമ്പോൾ അവരതിലൊന്നും ഇടപെടുന്നില്ല. അവർ ഞങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി, ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരുവാണ്. അപ്പോൾ അതൊക്കെ വേറെ ഘട്ടമാണ്. പിന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാറുണ്ടാവുന്നുണ്ട്. ഇപ്പം അറിയാലോ, ഇവിടെ 10,000 വോട്ട് ചേർത്തപ്പോൾ 8,000 വോട്ട് UDF ചേർത്ത്. 1000-ലധികം പ്രവർത്തകരാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഫീൽഡിലിറങ്ങി ഇവിടെ പണി തുടങ്ങിയത്. ഞങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഉമാ തോമസിന് കിട്ടിയതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷം. മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, 20 മന്ത്രിമാരും എറണാകുളത്ത് വന്ന് ക്യാമ്പ് ചെയ്ത് ഒരു മാസം. എന്നിട്ട് ഉമാ തോമസിന് കിട്ടിയതിൻ്റെ PT കിട്ടിയതിൻ്റെ ഇരട്ടി ഉമ്മയ്ക്ക് കിട്ടി. ഉമ്മൻചാണ്ടി ജയിച്ചതിൻ്റെ 4 ഇരട്ടി ഭൂരിപക്ഷത്തിന്. കേരളത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പൊക്കെ 37,000 വോട്ടേ ജയിക്കാറുണ്ടോ? പാലക്കാട് ഷാഫി ജയിച്ചതിൻ്റെ 5 ഇരട്ടി വോട്ട്. ചേലക്കരയിൽ 40,000 ഭൂരിപക്ഷം 12,000 അല്ലേ? അത് വർക്കാണ്. വർക്കിൻ്റെ കാര്യത്തിലൊക്കെ ചില കാർക്കശ്യം നിറഞ്ഞ നിലപാട് എനിക്കുണ്ട്. ഞാനില്ല എന്ന് പറയുന്നില്ല. അത് ചിലരൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് പല രീതിയിൽ പറയും.